എല്ലാ ചാനലുകളിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ആർക്കാണ് വിജയസാധ്യത എന്നുള്ള ചർച്ച. നമ്മുടെ ഒരു കണക്കൂട്ടിൽ നിഗമനം വെച്ച് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയേക്കാളും വളരെ കുറവ് വോട്ട് കിട്ടാനാണ് സാധ്യത കാണുന്നത്. കാരണം ഒരു 55,000 വോട്ടിന് താഴെയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റ് എത്താനാണ് സാധ്യത. 55,000-ന് താഴെയായിരിക്കും ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന വോട്ട്. ഒരു 53,000-ലേക്ക് വന്ന് നിൽക്കാനുള്ള സാധ്യത വളരെയധികം. BJP ഒരു 36,000 വോട്ട് മുതൽ ഒരു 38,000-36,000 വോട്ട് പിടിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അൻവറിൻ്റെ പാർട്ടി ഒരു 6,000 വോട്ട് വരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് മാറുമ്പോൾ ചെറിയ ഒരു മാർജിനിൽ UDF ജയിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ കണക്കൂട്ടിൽ കാണുന്നത്. കാരണം LDFന് 55,000-ന് മുകളിൽ വോട്ട് കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. BJP 36,000 എങ്കിലും പിടിക്കും. 36,000-മോ അതിനൊന്ന് ഒരു ചെറിയൊരു ആ വോട്ടിൻ്റെ അടുത്തേക്ക് പിടിക്കാനാണ് സാധ്യത വരുന്നത്. അൻവറിൻ്റെ വോട്ടിന് 6,000 വരെ പിടിക്കാനുള്ള സാധ്യത കാണുന്നത്. പക്ഷെ ബാക്കി വോട്ട് വരുമ്പോൾ UDFന് അവിടെ ഒരു ജയസാധ്യതയുള്ള പോലെയാണ് കാണുന്നത്. കാരണം ഒരു ചെറിയ മാർജിനെങ്കിലും UDF ഉറപ്പായിട്ട് ജയിക്കാം. ഒരു പക്ഷേ ഒരു 1000 മുതലൊരു 8,000 വരെ ഭൂരിപക്ഷത്തിലേക്ക് UDFൻ്റെ ഭൂരിപക്ഷം എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റെ കണക്കൂട്ടലാണ്, അത് ശരിയാവണമെന്നൊന്നുമില്ല, എങ്കിലും എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.